സീസൺ ആൻഡ് ടൈം എന്ന ചാപ്റ്ററിലെ ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എങ്ങനെയാണ് നോക്കാം. സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നൊരു ചോദ്യമാണ്. നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എസ്റ്റിമേറ്റ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 midnight അറ്റ് ഗ്രീൻവിച്ച്. ഗ്രീൻവിച്ചിൽ 12 മണി, 12 midnight എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻവിച്ചിലെ സമയം എത്രയാണ്? 12 AM. അത് രാവിലെ 12 മണി ആവുമ്പോൾ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഗ്രീൻവിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്? ഗ്രീൻവിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അത് 0 ഡിഗ്രി ആണെന്നും 0 ഡിഗ്രി ഗ്രീൻവിച്ച് ആണെന്നും 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് ഗ്രീൻവിച്ച് എന്നും ഇന്ത്യയുടെ എത്രയാണ്? ഇന്ത്യ എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് അറിഞ്ഞിരിക്കണം. ഈ രണ്ട് വിവരങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കുന്ന 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിച്ചാണ്. ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി 0 ഡിഗ്രിയിൽ 12 മണിയാകുമ്പോൾ 82 ഡിഗ്രിയിൽ എത്ര മണി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ തെറ്റാതിരിക്കാൻ ചെയ്യുന്നൊരു വിദ്യയാണ് നമ്മൾ ആദ്യം ഗ്രീൻവിച്ച് വരയ്ക്കണം. ഗ്രീൻവിച്ച് വരയ്ക്കുക. 0 ഡിഗ്രി 12 AM ആണ് ഇവിടെ. 0 ഡിഗ്രി 12 AM ആണ്. ഇനി അടുത്ത ലോഞ്ചിറ്റ്യൂഡ് ഏതാണ്? ഇന്ത്യയുടെ 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ 82.5 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് കിടക്കുന്നത്. ഈസ്റ്റ് എന്നാണ് ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ ഗ്രീൻവിച്ചിൻ്റെ വലത്തെ വശത്ത് വരയ്ക്കുക. ഈസ്റ്റ് എന്നാണ് ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വരയ്ക്കുക? ഈ ഗ്രീൻവിച്ചിൻ്റെ വലത്തെ വശത്തോട്ട് അതിനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി വേണം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഗ്രീൻവിച്ച് തന്നിട്ടുള്ള സമയത്തിൻ്റെ വലത്തെ വശത്തുള്ള സമയമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എത്രയാണോ ടൈം ഡിഫറൻസ് കിട്ടുന്നത് അത്രയും ആഡ് ചെയ്യണമെന്ന് നമുക്ക് ഇപ്പം തന്നെ ഉറപ്പിക്കാം. കാരണം തന്നിരിക്കുന്ന സമയം ഇവിടെയും വലത്തെ വശത്തുള്ള ലോഞ്ചിറ്റ്യൂഡിൻ്റെ സമയമാണ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന ടൈം ഡിഫറൻസിനെ കൂട്ടുകയാണെന്ന് ഇപ്പോഴേ നമുക്ക് മനസ്സിലങ്ങ് ഉറപ്പിക്കാം. വെസ്റ്റിലുള്ള ലോഞ്ചിറ്റ്യൂഡാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ ഉറപ്പിക്കണം കിട്ടുന്ന ടൈം ഡിഫറൻസിനെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടതെന്നും കൂടെ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കണക്കിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡിഗ്രി ഡിഫറൻസ് ആണ്. ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിഗ്രി ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് 0 ഡിഗ്രി, ഇത് 82.5 ഡിഗ്രി. 82.5 നിന്ന് 0 കുറയ്ക്കുമ്പോഴത്തേക്കും എത്ര കിട്ടും? 82.5 മൈനസ് 0 ഡിഗ്രി കുറയ്ക്കുമ്പോഴത്തേക്കും 82.5 ഡിഗ്രി എന്ന് തന്നെ കിട്ടും. അവിടെ നമുക്ക് ഈസ്റ്റ് എന്ന വെസ്റ്റ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിഗ്രി ഡിഫറൻസ് ആണ് നമ്മൾ എഴുതിയത്. അവിടെ ഈസ്റ്റ് എന്ന വെസ്റ്റ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇനിയാണ് നമ്മൾ ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കണം. 1 ഡിഗ്രി ചേഞ്ച് ആകുമ്പോഴത്തേക്കും 4 മിനിറ്റിലാണ് വ്യത്യാസം വരുന്നത്. അതായത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ രണ്ടിടത്തെയും സമയം തമ്മിൽ 4 മിനിറ്റത്തെ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 0 ഡിഗ്രി താമസിക്കുന്ന ഒരാളുടെ ഇവിടെ സമയം 12 മണിയാണെന്നുണ്ടെങ്കിൽ 1 ഡിഗ്രിയിൽ താമസിക്കുന്ന ആൾക്ക് അതേ സമയത്ത് 12:04 ആയിരിക്കും അവിടുത്തെ സമയം എന്ന് നമുക്കറിയണം. അതറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കണം. 82.5 ഡിഗ്രി ഇവിടെ 0 ഡിഗ്രിയിൽ 12 മണി, 82 ഡിഗ്രിയിൽ എത്ര ടൈം ഡിഫറൻസ് ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് 82.5 ഇൻറ്റു 4 82.5 ഇൻറ്റു 4 ഇതിന് ഇനി മാത്തമെറ്റിക്കലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 82 ഇൻറ്റു 4 പ്ലസ് 1/2 ഇൻറ്റു 4 ചെയ്താൽ മതി. 82 ഇൻറ്റു 4 328 എന്ന് കിട്ടും. 1/2 ഇൻറ്റു 4 2 എന്ന് കിട്ടും. 330 എന്ന് കിട്ടും. ഇത് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇവിടെ 82 4 328 എനിക്ക് അറിയാമെന്നുള്ളത്. അല്ല വേറെ ഡിഗ്രി ഒക്കെയാണ് വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. 328 പ്ലസ് 2 എന്ന് കിട്ടും. 330 മിനിറ്റ് എന്ന് കിട്ടും. ഇവിടെ കിട്ടിയത് മിനിറ്റാണ്. ഇവിടെ കിട്ടിയ സമയ ഡിഫറൻസ് ടൈം ഡിഫറൻസ് എത്രയാണ്? മിനിറ്റാണ്. ഇവിടെ 0 ഡിഗ്രിയും 82.5 ഡിഗ്രി ഈസ്റ്റ് തമ്മിൽ 330 മിനിറ്റത്തെ വ്യത്യാസം ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ അവറിലേക്ക് മാറ്റണം. ഈ മിനിറ്റിനെ നമുക്ക് എന്താക്കണം? കൂട്ടണമെന്നുണ്ടെങ്കിൽ മിനിറ്റും കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. നമുക്ക് അതിനെ അവറിലേക്ക് മാറ്റണം. 330 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. 6ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കിയാൽ മതി. 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30 എന്ന് കിട്ടും. അതായത് 5 മണിക്കൂർ ആവുമ്പോൾ അവിടെ എത്ര മിനിറ്റ് ആയിരിക്കും? 300 മിനിറ്റ് ആയിരിക്കും. 5 അവർ ആകുമ്പോഴത്തേക്കും 300 മിനിറ്റ് ആയിരിക്കും. ബാക്കി എത്ര മിനിറ്റാണുള്ളത്? 30 മിനിറ്റ്. 5 അവർ 30 മിനിറ്റ് എന്ന് കിട്ടും. 5 അവർ 30 മിനിറ്റാണ് അവർ ഡിഫറൻസ്. മിനിറ്റ് ഡിഫറൻസിനെ ഇതിലോട്ട് മാറ്റാൻ വേണ്ടി 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് 5 അവർ 30 മിനിറ്റ് എന്ന് കിട്ടും. അതായത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനും ഇടയിൽ 5 അവർ 30 മിനിറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി എന്താണ് അറിയേണ്ടത്? കൂട്ടണോ കുറയ്ക്കണോ? 12ൻ്റെ കൂടെ 5 അവർ 30 മിനിറ്റ് കൂട്ടണോ അതോ 12ൽ നിന്ന് 5 അവർ 30 മിനിറ്റ് കുറയ്ക്കണോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതിന് നമുക്ക് ആദ്യമേ ആ കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ റൈറ്റ് സൈഡിലുള്ള സമയമാണ്, റൈറ്റ് സൈഡ് ലോഞ്ചിറ്റ്യൂഡിൻ്റെ സമയമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂട്ടണം.
12 AM കൂടെ 5:30 AM അല്ലെങ്കിൽ 5:30 കൂട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 5:30 AM എന്ന് കിട്ടും. 5:30 AM. അതായത് ഗ്രീൻവിച്ചിൽ 12 AM ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ 5:30 AM ആയിരിക്കും ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും ഗ്രീൻവിച്ചും തമ്മിൽ 5.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഗ്രീൻവിച്ചിൻ്റെ സമയത്തിൻ്റെ കൂടെ 5.5 മണിക്കൂർ കൂട്ടി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമയം കിട്ടും. ഓക്കെ, ഗ്രീൻവിച്ചും ഇന്ത്യയും തന്നെയാണ് നിങ്ങൾക്ക് മറ്റന്നാൾ എക്സാമിന് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആലോചിക്കുക 5.5 മണിക്കൂറായിരിക്കും ടൈം ഡിഫറൻസ്. ഓക്കെ.